9ാം ക്ലാസ്സിലെ ഇലക്ട്രിക് കറണ്ട് അഥവാ ധാരാവൈദ്യുതി എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നിങ്ങൾക്ക് A+ ഉറപ്പാക്കണോ? അതും വളരെ കുറച്ച് സമയം കൊണ്ട് ഉറപ്പാക്കണമെങ്കിൽ നിങ്ങൾ കാണേണ്ട വീഡിയോ ആണിത്. ഈ വീഡിയോയിൽ ജസ്റ്റ് സമ്മറിയോ അല്ലെ ഷോർട്ട് നോട്ട്സ് ഒന്നുമല്ല, കംപ്ലീറ്റ് ചാപ്റ്റർ വിത്ത് ക്വസ്റ്റ്യൻസ്, പരീക്ഷ വരാൻ പോകുന്ന ചോദ്യങ്ങളടക്കം നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, വെറും 20 മിനിറ്റ് കൊണ്ട് തീർക്കാൻ പോവാണ്. സോ ഈ ഒരു ചാപ്റ്റർ നിങ്ങൾക്ക് പെട്ടെന്ന് പഠിച്ചെടുക്കണമെങ്കിൽ, അത് ആദ്യമായിട്ട് പഠിക്കുന്നവരാണെങ്കിലും റിവിഷൻ ചെയ്യുന്നവരാണെങ്കിലും നിങ്ങൾക്ക് എക്സ്ട്രീംലി യൂസ്ഫുൾ ആവും ഈ ഒരു വീഡിയോ. തീർച്ചയായും ഇത് ഫുൾ ആയിട്ട് കാണാം. ഓൾസോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ കമന്റ് ബോക്സിൽ അറിയിക്കണം, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യണം. അപ്പോൾ ലെറ്റ്സ് സ്റ്റാർട്ട് ദ വീഡിയോ. ആദ്യം നമുക്ക് ഈ ചാപ്റ്റർ പഠിക്കാനുള്ളത് ഈ കറണ്ട് എന്ന് പറഞ്ഞ സാധനം എവിടെ നിന്ന് എങ്ങോട്ട് ഒഴുകുന്നതാണ്. വളരെ സിമ്പിളായിട്ട് നമുക്ക് പറയുകയാണെങ്കിൽ ഒരു ബാറ്ററിക്ക് 2 ടെർമിനൽസ് ഉണ്ട്, ഒരു പോസിറ്റീവ് ടെർമിനൽ, ഒരു നെഗറ്റീവ് ടെർമിനൽ ഉണ്ട്. എപ്പോഴും കറണ്ട് ഈ പോസിറ്റീവ് ടെർമിനൽ സ്റ്റാർട്ട് ചെയ്ത് ബൾബിലൂടെയോ എന്തെങ്കിലും കൂടെ പോയി ഈ നെഗറ്റീവിലേക്ക് എത്തുകയാണ് ചെയ്യുക. അപ്പോൾ പോസിറ്റീവ് സ്റ്റാർട്ട് ചെയ്ത് നെഗറ്റീവിലേക്കാണ് കറണ്ട് എപ്പോഴും ഫ്ലോ ചെയ്യുക എന്നുള്ളതിനെ പഠിച്ചു വെക്കാം. ഈ പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ എന്ത് പൊട്ടൻഷ്യലാണുള്ളത്, എപ്പോഴും ഹയർ പൊട്ടൻഷ്യലായിരിക്കും, ഉയർന്ന പൊട്ടൻഷ്യലായിരിക്കും ഉണ്ടാവാം. നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ ലോവർ പൊട്ടൻഷ്യലിൽ, കുറഞ്ഞ പൊട്ടൻഷ്യലിലായിരിക്കും ഉണ്ടാവും. അപ്പോൾ നമുക്ക് എപ്പോഴും പറയാം കറണ്ട് ഫ്ലോസ് ഫ്രം ഹയർ പൊട്ടൻഷ്യൽ ടു ലോവർ പൊട്ടൻഷ്യൽ, ഉയർന്ന പൊട്ടൻഷ്യലിൽ നിന്ന് താഴ്ന്ന പൊട്ടൻഷ്യലിലേക്കാണ് വൈദ്യുതധാര അഥവാ കറണ്ട് ഒഴുകുക എന്നുള്ള കാര്യം ഒന്ന് പഠിച്ചു വെച്ചേക്കാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ബാറ്ററിയുടെ 2 ടെർമിനൽസ് തമ്മിൽ ഒരു പൊട്ടൻഷ്യൽ വ്യത്യാസം, ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഇല്ലേ? ഉണ്ട്. ആ പൊട്ടൻഷ്യൽ ഡിഫറൻസിനെയാണ് നമ്മൾ പൊതുവെ വോൾട്ടേജ് എന്ന് വിളിക്കുക. പൊട്ടൻഷ്യൽ വ്യത്യാസം, പൊട്ടൻഷ്യൽ ഡിഫറൻസും വോൾട്ടേജ് ഒക്കെ സെയിം അഥവാ വോൾട്ടത ഒക്കെ സെയിം ആണെന്നുള്ള കാര്യം പഠിച്ചു വെക്കുക. അപ്പോൾ വോൾട്ടേജിന്റെ ഒരു ഇക്വേഷൻ ഉണ്ടാവില്ലേ? തീർച്ചയായും ഉണ്ട്. പൊട്ടൻഷ്യൽ ഡിഫറൻസ് അഥവാ വോൾട്ടേജിന്റെ ഇക്വേഷൻ V = വർക്ക് ഡൺ ബൈ ചാർജ് ആണ്. വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഒരു ചാർജിനെ ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തേക്ക് കൊണ്ടുപോകാൻ വേണ്ടി നമ്മളൊരു വർക്ക് ചെയ്യേണ്ടി വരില്ലേ? ആ വർക്ക് ഡൺ മുകളിൽ ഇട്ട് കൊടുക്കുക, ഏതാണോ ചാർജ് താഴെ ഇട്ട് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ആ 2 പോയിന്റ്സ് തമ്മിലുള്ള വോൾട്ടേജ് അഥവാ പൊട്ടൻഷ്യൽ ഡിഫറൻസ് കിട്ടും. വളരെ സിമ്പിൾ ആയിട്ട് ഇക്വേഷൻ ഇതാണ്. V = W/Q എന്നാണ് നമ്മൾ എഴുതുക. ഇത് ബേസ്ഡ് ആയിട്ട് പരീക്ഷയിൽ ഒരു ന്യൂമറിക്കൽ 1 മാർക്കിനെങ്കിലും വരാൻ ചാൻസ് ഉണ്ട്. ഇങ്ങനെയായിരിക്കും വരിക. വർക്ക് ഇത്രയാന്ന് പറയും, ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. കൊണ്ടുപോയ ചാർജ് ഏതാണ്? 2 കൂളുംബ് ചാർജ് ആണെന്ന് പറയും. എന്നിട്ട് കണ്ടുപിടിക്കാൻ പറയും വാട്ട് ഈസ് എ പൊട്ടൻഷ്യൽ ഡിഫറൻസ്, എന്താണ് പൊട്ടൻഷ്യൽ വ്യത്യാസം എന്നുള്ള കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുക? V = W/Q ഫോർമുല ഉപയോഗിക്കുക. W ക്ക് വരെ 10 ഇട്ട് കൊടുക്കുക, Q വരെ 2 ഇട്ട് കൊടുക്കുക. അപ്പോൾ 5 എന്ന് കിട്ടും. 5 വോൾട്ട് ആയിരിക്കും ആ 2 പോയിന്റ്സ് തമ്മിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ്. ഇനി നേരെ തിരിച്ചും ചോദിക്കാം, വോൾട്ടേജ് അഥവാ പൊട്ടൻഷ്യൽ ഡിഫറൻസ് തരാം, ചാർജും തരാം, എന്നിട്ട് ചോദിക്കാം വാട്ട് ഈസ് വർക്ക് ഡൺ, പ്രവൃത്തി എത്രയാണെന്ന് ചോദിക്കാം. അപ്പോൾ നിങ്ങൾ W = എന്താണ് വരിക? ഈ ഒരു ഫോർമുല നിങ്ങൾ നോക്കി, ഈ ക്യൂവിനെ അങ്ങോട്ട് കൊണ്ടാൽ W = QV എന്നല്ല വരിക. ഇട്ട് കൊടുക്കുക, രണ്ടും ആൻസർ ജൂൾസിലായിരിക്കും കിട്ടുക, കാരണം വർക്കിന്റെ യൂണിറ്റ് ജൂൾ ആണെന്നുള്ള കാര്യം പഠിച്ചു വെക്കാം. അപ്പോൾ ഈ 2 രീതിയിലാണ് ഈ ഒരു ഭാഗത്ത് നിന്ന് ചോദ്യങ്ങൾ വരാൻ ചാൻസ് ഉള്ളതെന്നുള്ള കാര്യം ഒന്ന് മനസ്സിലാക്കി വെക്കാം. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് EMF അഥവാ ഇലക്ട്രോ മോട്ടീവ് ഫോഴ്സ് എന്നാണ്. മലയാളത്തിൽ വിദ്യുത് ചാലക ബലം എന്നാണ് വിളിക്കുക. എന്താണ് സംഭവം? അവിടെ ഒന്നുമില്ല. ഒരു ബാറ്ററി നിങ്ങൾ കണക്ട് ചെയ്യാത്ത സമയത്ത്, ബൾബായിട്ടോ വേറെ സാധനത്തിൽ കണക്ട് ചെയ്യാത്ത സമയത്ത് അതിന് 2 അറ്റങ്ങൾ ടെർമിനൽസ് തമ്മിൽ പൊട്ടൻഷ്യൽ വ്യത്യാസം ഉണ്ടാവില്ലേ? കണക്ട് ചെയ്യാത്ത സമയത്ത്, കറണ്ട് ഒഴുകാത്ത സമയത്ത് ആ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? EMF എന്ന് വിളിക്കുക. ഫോർ എക്സാമ്പിൾ, ഇതിൽ കണക്ട് ചെയ്യാത്ത സമയത്ത് 9 വോൾട്ട് ആണ് 2 ടെർമിനൽസിന് ഇടയിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് എങ്കിൽ അതിന്റെ EMF നമ്മൾ എത്ര പറയും? 9 വോൾട്ട് എന്ന് പറയും. ആക്ച്വലി കറണ്ട് എടുക്കുന്ന സമയത്ത് 9 വോൾട്ട് നമുക്ക് കിട്ടില്ല, കുറച്ചുകൂടി കുറവേ കിട്ടുന്നുള്ളൂ, 8.8 വോൾട്ടോ അങ്ങനെ കിട്ടുന്നുണ്ടാവുള്ളൂ. ഓക്കെ, അപ്പോൾ കറണ്ട് എടുക്കാത്ത സമയത്തുള്ള സാധനമാണ് പൊട്ടൻഷ്യൽ ഡിഫറൻസ്. ഒന്ന് പഠിച്ചു വെക്കുക. EMF എന്നുള്ള കാര്യം പഠിച്ചു വെക്കുക. ഡെഫിനേഷൻ ഒന്ന് പഠിച്ചു വെക്കണം. പരീക്ഷയിൽ ഡെഫിനേഷൻ ചോദിക്കും, ഒന്ന് എഴുതി ഒരു പ്രാവശ്യമെങ്കിലും പഠിച്ചു വെച്ചേക്കാം. അടുത്ത പരീക്ഷയിൽ ചോദിക്കാൻ പോകുന്ന സംഭവമാണ് സോഴ്സസ് ഓഫ് EMF. ഈ EMF ഒക്കെ നമുക്ക് എവിടെ നിന്നാണ് കിട്ടുക? ബാറ്ററിയിൽ നിന്നാണ് കിട്ടുക. അങ്ങനെ എഴുതി വെച്ചാൽ പോരാ, ബാറ്ററിയുടെ കുറേ ടൈപ്പ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്ക് പരീക്ഷയിൽ ചോദിക്കുകയാണ് വാട്ട് ഈസ് ദ സോഴ്സ് ഓഫ് EMF എന്ന് ചോദിച്ചാൽ നിങ്ങൾ എഴുതി വെക്കണം ടോർച്ച് സെൽ അഥവാ ഡ്രൈ സെൽ, നമ്മുടെ സാധാരണ ബാറ്ററി. പിന്നെ ജനറേറ്ററിൽ നമുക്ക് കറണ്ട് കിട്ടും അല്ലെ? ബാറ്ററി മാത്രമല്ല, ഇതുപോലത്തെ ജനറേറ്ററിൽ നിന്ന് കിട്ടും. ബട്ടൺ സെൽ എന്ന് പറഞ്ഞാൽ കുഞ്ഞു കുഞ്ഞു സെല്ലുകളുണ്ട്, അതൊന്നും കിട്ടും. സോളാർ സെല്ലിൽ നിന്ന് നമുക്ക് കറണ്ട് കിട്ടും. അപ്പോൾ ഇതൊക്കെ സോഴ്സസ് ഓഫ് EMF ആണ്. ഓരോന്നിൻ്റെ എനർജി കൺവേർഷൻ പഠിച്ചു വെച്ചേക്കാം കേട്ടോ. ടോർച്ച് സെല്ലിലും ബട്ടൺ സെല്ലിലും ഒക്കെ എല്ലാ ടൈപ്പ് സെല്ലിലും, മിക്ക ടൈപ്പ് സെല്ലിലും കെമിക്കൽ എനർജി, രാസോർജ്ജം വൈദ്യുതോർജ്ജമായി മാറുകയാണ് ചെയ്യുക, ഇലക്ട്രിക് എനർജിയായി മാറുകയാണ് ചെയ്യുക. ജനറേറ്ററിൽ നമ്മൾ കറക്കിയിട്ടാണ് ചെയ്യുക, കറക്കിയാണ് ഡീസൽ വെച്ചിട്ട് കറക്കിയിട്ടാണ് നമ്മൾ ചെയ്യുക. അപ്പോൾ മെക്കാനിക്കൽ എനർജി അഥവാ യാന്ത്രിക ഊർജ്ജമാണ് വൈദ്യുതോർജ്ജമായി മാറുന്നത്. എല്ലാം വൈദ്യുതോർജ്ജമായി മാറുകയാണ്, കാരണം ഇലക്ട്രിസിറ്റിയാണ് ഉണ്ടാക്കുന്നത്. സോളാർ സെല്ലിൽ സോളാർ എനർജി അഥവാ സൗരോർജ്ജമാണ് ആയി മാറുക എന്നുള്ളത് ഒന്ന് ഓർത്ത് വെക്കുക. അപ്പോൾ ഈ ഒരു എനർജി കൺവേർഷൻ പരീക്ഷ ചോദിക്കാൻ നല്ലൊരു ചാൻസ് ഉണ്ട്. നെക്സ്റ്റ് നമ്മൾ പഠിക്കാനുള്ളത് ആരായിരുന്നു അല്ലെ ഏതായിരുന്നു ഈ ലോകത്തിലെ ആദ്യത്തെ സെല്ല്? അപ്പോൾ അത് പരീക്ഷ 1 മാർക്ക് ചോദിച്ചാൽ എഴുതി വെക്കണം. വോൾട്ടാ സെൽ. അലസാൻഡ്രോ വോൾട്ടയാണ് ആദ്യമായിട്ട് ഒരു EMFന്റെ സോഴ്സ് ഉണ്ടാക്കിയത്. അതിന്റെ പേരാണ് വോൾട്ടാ സെൽ. വോൾട്ടാ സെല്ല് വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ 2 പാർട്സ് ആണുള്ളത്. ഒന്നൊരു കോപ്പറിന്റെ റോഡും ഒരു സിങ്കിന്റെ റോഡും H2SO4 അഥവാ സൾഫ്യൂരിക് ആസിഡ് ഡിപ്പ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇങ്ങനെ ഡിപ്പ് ചെയ്താൽ ഇതിന്റെ ഇടയിലും കെമിക്കൽ റിയാക്ഷൻ നടന്നിട്ട് ഇതിലൂടെ ഇങ്ങോട്ട്, അതായത് കോപ്പറിൽ നിന്ന് സിങ്കിലേക്ക് കറണ്ട് ഒഴുകും. പക്ഷെ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, എക്സ്റ്റേണൽ സർക്യൂട്ട്, ഇതാണല്ലോ എക്സ്റ്റേണൽ സർക്യൂട്ട്, ബൾബും റെസിസ്റ്റേഴ്സ് കണക്ട് ചെയ്യാം. ആ എക്സ്റ്റേണൽ സർക്യൂട്ടിൽ നിന്ന് കോപ്പറിൽ നിന്ന് സിങ്കിലേക്ക് ആയിരിക്കും ഒഴുകുക എന്നുള്ള കാര്യം ഓർത്ത് വെക്കുക. എന്നാൽ നമ്മുടെ ഈ H2SO4
അഥവാ ഇന്റേണൽ സർക്യൂട്ട് എന്ന് വിളിക്കും. ഇത് H2SO4 ഇന്റേണൽ അല്ലേ, ഉള്ള സാധനമല്ലേ, അതിൽ നേരെ തിരിച്ചായിരിക്കും കറണ്ട് കൊടുക്കുക. അപ്പോൾ എപ്പോഴും കറണ്ട് ഇങ്ങനെ ക്ലോസ്ഡ് ലൂപ്പിലാണല്ലോ വരിക. അപ്പോൾ ഇവിടെ തിരിച്ചെത്തണം. അപ്പോൾ എക്സ്റ്റേണൽ സർക്യൂട്ട് കോപ്പർ സിങ്കിലേക്കാണെങ്കിൽ ഇന്റേണൽ സർക്യൂട്ട് അഥവാ H2SO4 ഉള്ളിൽ സിങ്കിൽ നിന്ന് കോപ്പറിലേക്ക് ആയിരിക്കും എന്നുള്ളത് ഒന്ന് ഓർത്ത് വെക്കുക. ഇവിടെ ആരായിരിക്കും ഉയർന്ന പൊട്ടൻഷ്യൽ ഉള്ളത്? കോപ്പർ ആണ്. ആരാണ് താഴ്ന്ന പൊട്ടൻഷ്യൽ ഉള്ളത്? സിങ്ക് ആണെന്നുള്ള ആരും കൂടെ ഒന്ന് പഠിച്ചു വെച്ചേക്കാം. ഇനി നമുക്ക് അടുത്ത് പഠിക്കാനുള്ളത് ഈ വോൾട്ടാസ് സെല്ല് പോലത്തെ സെല്ലുകളെ നമ്മൾ പ്രൈമറി സെല്ല് എന്നാണ് വിളിക്കുക. കാരണം എന്താണ്? ആ പ്രൈമറി സെല്ല് റീയൂസ് ചെയ്യാൻ പറ്റില്ല. ഈ റിയാക്ഷൻ നടന്ന് കുറച്ച് കഴിയുമ്പോൾ എന്താണ് അതിൻ്റെ എഫക്റ്റ് പോകും. അതായത് അതിന് പിന്നെ നമുക്ക് വോൾട്ടേജ് കിട്ടാനൊന്നും പോകുന്നില്ല. അങ്ങനത്തെ സെല്ലുകളാണ് പ്രൈമറി സെല്ല്. നമുക്ക് പിന്നെ ഇവിടെ ഉപയോഗിക്കാൻ പറ്റില്ല. മിക്ക ബാറ്ററി നമ്മൾ ഉപയോഗിക്കുന്ന പ്രൈമറി സെല്ലാണ്. അപ്പോൾ പരീക്ഷ ചോദിക്കുകയാണ് വാട്ട് ആർ ദി എക്സാമ്പിൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എഴുതി വെക്കണം ഡ്രൈ സെല്ല്, അതുപോലെ ബട്ടൺ സെല്ല്, ഗാൽവാനിക് സെല്ല്, ഡാനിയൽ സെല്ല്, വോൾട്ടാസ്. എല്ലാ ടൈപ്പ് ബാറ്ററീസും കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിലാവില്ലേ? അതുകൊണ്ടാണ് ഇതിനെ നമ്മൾ പ്രൈമറി സെല്ല് എന്ന് വിളിക്കുന്നത്. എന്നാൽ ചില ടൈപ്പ് സെല്ലുകളുണ്ട് നമുക്ക് വീണ്ടും റീചാർജ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റുന്നത്. അതിനാണ് നമ്മൾ സെക്കൻഡറി സെല്ല് എന്ന് വിളിക്കുക. അത് ക്യാൻ ബി റീചാർജ് ആൻഡ് റീയൂസ്ഡ്. ഫോർ എക്സാമ്പിൾ നമ്മൾ മൊബൈലിൽ ഇടുന്ന ബാറ്ററി റീചാർജ് ചെയ്ത് ഉപയോഗിക്കാം, അഥവാ ലിത്യം അയൺ ബാറ്ററി. പിന്നെ നമ്മൾ ജനറേറ്ററിലും കാറിലൊക്കെ ഉപയോഗിക്കുന്ന ബാറ്ററി, ലെഡ് ആസിഡ് ബാറ്ററി, നിക്കൽ കാഡ്മിയം ബാറ്ററി, ഇതൊന്നും എക്സാമ്പിൾ പഠിച്ചോ പരീക്ഷയിൽ ചോദിക്കും. ഇതൊക്കെ സെക്കൻഡറി സെൽസ് ആണ്. കാരണം നമുക്ക് വീണ്ടും ഇതിനെ റീയൂസ് ചെയ്യാൻ സാധിക്കും. ഇനി ബാറ്ററി എന്ന് പറഞ്ഞാൽ നമുക്ക് കറണ്ട് തരുന്ന സാധനമാണ് സെൽ അഥവാ ബാറ്ററി എന്ന് പറഞ്ഞാൽ. ഈ ചാർജിനെ തരുമൊന്നും വേണ്ട, ജസ്റ്റ് എവിടെയും സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റുന്ന സംവിധാനം ഉണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. ചാർജിനെ സ്റ്റോർ ചെയ്ത് വെക്കുന്ന സംവിധാനത്തിനാണ് നമ്മൾ കപ്പാസിറ്റർ എന്ന് വിളിക്കുക. കപ്പാസിറ്റർ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ഒരു ബാറ്ററി എടുക്കുക, ഒരു പ്ലേറ്റ് എടുക്കുക, ഇവിടെ ഒരു പ്ലേറ്റ് അവിടെ എടുക്കുക, രണ്ട് മെറ്റൽ പ്ലേറ്റ്സ് ആയിരിക്കും. ഇതിങ്ങനെ ബാറ്ററി ആയിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പ്ലേറ്റിൽ മുഴുവൻ പോസിറ്റീവ് ചാർജും ഒരു പ്ലേറ്റിൽ മുഴുവൻ നെഗറ്റീവ് ചാർജും സ്റ്റോർ ചെയ്ത് വെക്കും. അങ്ങനെ ചാർജ് സ്റ്റോറിംഗ് ഡിവൈസ് ഏതാണെന്ന് പരീക്ഷയിൽ 1 മാർക്ക് ചോദിച്ചു കഴിഞ്ഞാൽ കപ്പാസിറ്റർ എന്നുള്ള കാര്യം എഴുതാൻ ഒരു മടിയും നിങ്ങൾ കാണിക്കേണ്ട ആവശ്യമില്ല. അടുത്ത നമ്മൾ പഠിക്കാനുള്ളത് ഈ സെല്ലുകൾ നമുക്ക് മൾട്ടിപ്പിൾ സെല്ല് ഒരുമിച്ച് കണക്ട് ചെയ്യാൻ പറ്റും. 2 രീതിയിലാണ് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുക. ഒന്ന് സീരീസിൽ അഥവാ ശ്രേണി രീതിയിൽ, അടുത്ത പാരലൽ അഥവാ സമാന്തര രീതിയിൽ. അത് നമ്മൾ സീരീസിൽ നോക്കാം. സീരീസ് വളരെ സിമ്പിളാണ്. പോസിറ്റീവ് നെഗറ്റീവ് പോസിറ്റീവ് നെഗറ്റീവ് പോസിറ്റീവ് നെഗറ്റീവ് ആയിട്ട് ഇങ്ങനെ സീരീസിൽ കണക്ട് ചെയ്താൽ ഇതിനാണ് നമ്മൾ കണക്റ്റഡ് ഇൻ സീരീസ് എന്ന് വിളിക്കുക. ഇങ്ങനെ കണക്ട് ചെയ്തുകൊണ്ട് എന്താണ് ഗുണം? 1.5 വോൾട്ട് 1.5 വോൾട്ട് 1.5 വോൾട്ട് ഇങ്ങനെ സീരീസിൽ കണക്ട് ചെയ്താൽ എല്ലാം കൂടി ചേർത്ത് എത്ര നമുക്ക് കിട്ടാൻ പോകുന്നത് എഫക്റ്റീവ് EMF അഥവാ എഫക്റ്റീവ് വോൾട്ടേജ് 4.5 വോൾട്ടാണ്. അതായത് ബേസിക്കലി ഫോർമുല എന്താണ്? എല്ലാത്തിനും പിടിച്ച് ആഡ് ചെയ്യാം. അപ്പോൾ സീരീസിൽ കണക്ട് ചെയ്താൽ ടോട്ടൽ വോൾട്ടേജിന്റെ ഫോർമുല പഠിച്ചു വെക്കുക. V1 + V2 + V3. V1 V2 V3 ഓരോന്നിൻ്റെയും വോൾട്ടേജ് ആണ്. എല്ലാം കൂടി ആഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് മാക്സിമം വോൾട്ടേജ് ഉണ്ടാക്കാൻ പറ്റും സീരീസിൽ ഇതുപോലെ കണക്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ. ഇതിന്റെ സിമ്പിൾ വെച്ചുള്ള ഡയഗ്രാം കൂടി പഠിച്ചു വെച്ചോ. സിംബോൾ അതായത് ഒന്നുമില്ല, പോസിറ്റീവിനെ നമ്മൾ വലിയ വടി വെച്ച് കാണിക്കും, നെഗറ്റീവിനെ നമ്മൾ ചെറിയ വടി വെച്ച് കാണിക്കും. അപ്പോൾ ഇങ്ങനെയാണ് സീരീസിൽ നമ്മൾ കണക്ട് ചെയ്യുക. അപ്പോൾ ടോട്ടൽ വോൾട്ടേജ് 4.5 ആയിരിക്കും എല്ലാവരും പഠിച്ചു വെക്കാം. ഇനി മറ്റൊരു ടൈപ്പ് കണക്ഷൻ ഉണ്ട് വിച്ച് ഇസ് പാരലൽ അഥവാ സമാന്തര രീതി. സമാന്തര രീതിയിൽ നമ്മൾ എല്ലാ പോസിറ്റീവിനെയും കൂടി പിടിച്ചിട്ട് ഇങ്ങനെ കണക്ട് ചെയ്യും, എല്ലാ നെഗറ്റീവിനെയും കൂടി പിടിച്ച് അപ്പുറത്ത് നമ്മൾ കണക്ട് ചെയ്യും. അങ്ങനെ കണക്ട് ചെയ്താൽ നിങ്ങൾക്ക് ടോട്ടൽ എത്ര കിട്ടുക? ടോട്ടൽ നിങ്ങൾക്ക് ഓരോന്നിൻ്റെ വോൾട്ടേജ് എത്രയാണോ അത്രേ കിട്ടുള്ളൂ. സാർ അത്രേ ഉള്ളൂ? അത്രേ ഉള്ളൂ. അപ്പോൾ 2 3 കണക്ട് ചെയ്താൽ എത്ര ടോട്ടൽ കിട്ടുക? പാരലൽ കണക്ട് ചെയ്താൽ നിങ്ങൾക്ക് 2 വോൾട്ടേ കിട്ടുള്ളൂ എന്നുള്ള കാര്യം പഠിച്ചു വെക്കുക. അപ്പോൾ പരീക്ഷയിൽ ചോദിക്കുക എന്തിനാ അങ്ങനെയാണ് ഇത് ഉപയോഗിക്കുന്നത്, ഇങ്ങനെ വോൾട്ടേജ് കൂടുതൽ കിട്ടുന്നില്ലെങ്കിൽ? അപ്പോൾ ഇതിന് ഉപയോഗിക്കാൻ കാരണം എന്ന് വെച്ചാൽ ലോങ് ഇന്റർവൽ ഓഫ് ടൈമിൽ നമുക്ക് കറണ്ട് കിട്ടിക്കൊണ്ടിരിക്കും. പാരലൽ കണക്ട് ചെയ്യുന്നത് എക്സ്ട്രാ വോൾട്ടേജ് കിട്ടാൻ വേണ്ടിയിട്ടല്ല, കുറേ നാൾ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ്, കുറേ ലൈഫ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ടാണ് നമ്മൾ പവർ ബാങ്കിലൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നത്? പവർ ബാങ്കിലൊക്കെ പാരലാണ് ഈ സെല്ലുകൾ കണക്ട് ചെയ്യുന്നുള്ള കാര്യം ഓർത്തോ. കാരണം കുറേ ടൈം കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ പഠിച്ചു വെക്കണം. പരീക്ഷ ചോദ്യങ്ങൾ വരും. എങ്ങനെയാണ് പരീക്ഷയിൽ ചോദ്യങ്ങൾ വരിക? ഇങ്ങനെ വരും. റൈറ്റ് ഡൗൺ ഇൻ യുവർ സയൻസ് ഡയറി. പരീക്ഷയിൽ ക്വസ്റ്റ്യൻ പേപ്പറിലായിരിക്കും ഇൻസ്റ്റൻസസ് വെർ സെൽസ് ആർ കണക്റ്റഡ് ഇൻ സീരീസ്. സീരീസിൽ എവിടെയാണ് കണക്ട് ചെയ്തിരിക്കുന്നത്? പാരലൽ നമ്മൾ കണ്ടു പവർ ബാങ്കിലൊക്കെ. സീരീസിൽ എവിടെയാണ് ഉണ്ടാവുക? റിമോട്ട് കൺട്രോൾ ഓഫ് TV. ഇത് കാണുമ്പോൾ പാരലൽ പോലെ തോന്നും, പക്ഷേ അത് സീരീസിലാണെന്നുള്ള പഠിച്ചു. ഇങ്ങനെയാണ് ഇതിന് കണക്ഷൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഒന്ന് കഴിഞ്ഞ് പിന്നെ തൊട്ടടുത്ത അപ്പുറത്ത് സീരീസിലാണ് വരുന്നത്. അതേപോലെ ടോർച്ചുകളിൽ ടോയ്സിൽ വാൾ ക്ലോക്സിലൊക്കെ സീരീസിലാണെന്നുള്ള കാര്യം ഒന്ന് പഠിച്ചു വെക്കുക. പവർ ബാങ്കിലാണ് പാരലൽ എന്നുള്ള കാര്യം ഒന്ന് പഠിച്ചു വെക്കുക. ഓക്കെ, പരീക്ഷ ചോദിക്കും ഇൻ വിച്ച് അറേഞ്ച്മെന്റ് വാസ് മാക്സിമം പൊട്ടൻഷ്യൽ ഡിഫറൻസ്? എവിടെയാണ് മാക്സിമം കിട്ടുന്നത്? സീരീസിലാണ്. മറ്റേ പാരലൽ നമുക്ക് ഓരോന്നിൻ്റെ കിട്ടാൻ പോകുന്നില്ല, എക്സ്ട്രാ ഒന്നും കിട്ടാൻ പോകുന്നില്ല. പരീക്ഷയിൽ ആപ്ലിക്കേഷൻ ചോദ്യങ്ങൾ വരും. ഈ 1.5 വോൾട്ടിൻ്റെ 4 തന്നു, മാക്സിമം കിട്ടാൻ വേണ്ടിയിട്ട് അറേഞ്ച്മെന്റ് വരയ്ക്കാനേ പറയും. അപ്പോൾ ഒന്നെങ്കിൽ ഇങ്ങനെ ഫുള്ളായിട്ട് വരച്ച് വെക്കാം, അല്ലെങ്കിൽ സെൽ ഡയഗ്രാം വെച്ചിട്ട് എന്ത് ചെയ്യാം? വരച്ച് വെക്കാം. ഇവിടെ മാക്സിമം കിട്ടുന്നത് നമ്മൾ സീരീസിലാണ് കണ്ടേണ്ടത്. അപ്പോൾ സീരീസിൽ ഇങ്ങനെ വരച്ച് വെക്കാം. സീരീസിൽ വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കണം, ഒന്നിൻ്റെ നെഗറ്റീവ് മറ്റൊന്നിൻ്റെ പോസിറ്റീവ്, ഒന്നിൻ്റെ നെഗറ്റീവ് അടുത്ത പോസിറ്റീവ്, അങ്ങനെ വരണം കേട്ടോ. ഇങ്ങനെ ഒരിക്കലും വരച്ച് വെക്കരുത്. അത് നെഗറ്റീവ് കഴിഞ്ഞിട്ട് വീണ്ടും നെഗറ്റീവ് അങ്ങനെ വരച്ച് വെച്ചാൽ ആ സീരീസ് അല്ല എന്നുള്ള കാര്യം ഒന്ന് പഠിച്ചു വെക്കാം. അപ്പോൾ ഈ രീതി തന്നെ വരയ്ക്കണം. അപ്പോൾ ടോട്ടൽ എത്ര കിട്ടും? 1.5ന്റെ 4. അപ്പോൾ സീരീസ് കണ്ടിട്ട് 1.5 + 1.5 + 1.5 + 1.5 എത്രയാണ്? 6 വോൾട്ട് എന്നാണ് കിട്ടുക. ടോട്ടൽ 6 വോൾട്ട് കിട്ടുന്നതായിരിക്കും. എന്നാൽ പാരലൽ കണ്ടിതാൽ നിങ്ങൾ 4 കണ്ടിതാലും പാരലൽ ആണെങ്കിൽ 1.5 ടോട്ടൽ കിട്ടുള്ളൂ. അത് ചോദിച്ചില്ല, പക്ഷേ പരീക്ഷ ചോദിക്കാലോ.
ഓക്കെ, അടുത്ത പഠിക്കാനുള്ളത് സേഫ്റ്റി മെഷേഴ്സ്. പരീക്ഷയിൽ ഒരു 3 മാർക്കിന്റെ വരാൻ വളരെയധികം ചാൻസ് ഉണ്ട്, പഠിക്കാതിരിക്കരുത്. ഈ ബാറ്ററിയൊക്കെ ഹാൻഡിൽ ചെയ്യുമ്പോൾ സേഫ്റ്റി മെഷേഴ്സ് ഒന്നെന്താ പോസിറ്റീവ് ടെർമിനൽ നെഗറ്റീവ് ടെർമിനൽ തമ്മിൽ ഡയറക്റ്റ്ലി കണക്ട് ചെയ്യരുത്. അതിന് നമ്മൾ ഷോർട്ട് സർക്യൂട്ടിംഗ് എന്ന് വിളിക്കുക. സ്പാർക്കിംഗ് ഒക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. വായിൽ പിടിച്ചിടരുത്. ഓവർ ഹീറ്റഡ് ആണെങ്കിൽ അത് ഉപയോഗിക്കരുത്. ബാറ്ററി വാട്ടറോ ഫയറോ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യരുത്, എക്സ്പോസ് ചെയ്യരുത്. പിന്നെ ചില ബാറ്ററീസിലൊക്കെ ഹാംഫുൾ ആയിട്ടുള്ള മെറ്റീരിയൽസ് ഉണ്ടാവും, അപ്പോൾ ഡിസ്പോസ് ചെയ്യുന്ന സമയത്ത് അത് സൂക്ഷിക്കണം. ഇതിലൊരു 1, 2, 3, 4, 5 എണ്ണല്ലേ, ഒരു 3 എണ്ണെങ്കിലും പഠിച്ചു വെച്ചാൽ മതി. പരീക്ഷയിൽ നിങ്ങൾക്ക് ചോദ്യം വന്നാൽ മാർക്ക് കിട്ടുന്നതായിരിക്കും. അടുത്ത നമ്മൾ പഠിക്കാനുള്ളത് കറണ്ടിന്റെ ഫോർമുലയാണ്. കറണ്ട് ഞാൻ പറഞ്ഞു ബാറ്ററിയുടെ പോസിറ്റീവ് നിന്ന് നെഗറ്റീവിലേക്ക് ആയിരുന്നു കറണ്ട് ഒഴുകുക എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞു. അങ്ങനെയാണ് കറണ്ടിന്റെ ഫോർമുല എന്താ, കറണ്ട് ഐ ആണ്. ഐ Q/T ആണെന്നുള്ള കാര്യം പഠിച്ചു വെക്കുക. Q/T, Q എന്ന് പറഞ്ഞാൽ ചാർജ്, T എന്ന് പറഞ്ഞാൽ സമയം. പരീക്ഷയിൽ ഇത് വെച്ചിട്ട് ചോദ്യങ്ങൾ വരാൻ ചാൻസ് ഉണ്ട്. ഇഫ് 10 കൂളും ചാർജ് ഫ്ലോസ് ഇൻ കണ്ടക്ടർ ഓൺ ത്രൂ എ കണ്ടക്ടർ ഇൻ 5 seconds വാട്ട് ഇസ് ദ കറണ്ട് എന്ന് ചോദിക്കും. അപ്പോൾ തന്നിട്ടുണ്ടല്ലോ, ചാർജ് തന്നിട്ടുണ്ട്, ചാർജ് ഇട്ട് കൊടുക്കുക 10 കൂടുമ്പാണെന്നുള്ളവരെ. ടൈം 5 സെക്കൻഡ് ആണല്ലോ, 5 ഇട്ട് കൊടുക്കുക, ആൻസർ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി കിട്ടും. അപ്പോൾ ഇങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ പരീക്ഷയിൽ വന്നാൽ ഒരു ബുദ്ധിമുട്ടും നിങ്ങൾക്ക് ഉണ്ടാകാൻ പോകുന്നില്ല. നമുക്ക് നെക്സ്റ്റ് പഠിക്കേണ്ടത് ഈ കറണ്ട് ഒഴുകുക എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഒരു കണ്ടക്ടറിലെ അല്ലെ വയറിലെ ഇലക്ട്രോൺസ് ആണ് ഒഴുകുന്നത്. അപ്പോൾ ഇലക്ട്രോൺസ് റൈറ്റ് സൈഡിലേക്ക് ഒഴുകാൻ വിചാരിക്കുക. ഇലക്ട്രോൺസ് എല്ലാം കൂടെ റൈറ്റ് സൈഡിലേക്കാണ് പോകുകയാണെങ്കിൽ നമ്മൾ എന്താ വിചാരിക്കുക, കറണ്ട് റൈറ്റ് സൈഡിലേക്ക് എന്നല്ലേ? അല്ല, നമ്മൾ കറണ്ടിന് എപ്പോഴും ഇലക്ട്രോണിന്റെ ഫ്ലോന്റെ ഓപ്പോസിറ്റ് ആണ് എടുക്കുക. അപ്പോൾ ഇലക്ട്രോൺസ് അങ്ങോട്ട് ഫ്ലോ ചെയ്യുകയാണെങ്കിൽ നമ്മൾ പറയും കറണ്ട് ഇങ്ങോട്ടാണെന്നുള്ള കാര്യം ഒന്ന് പഠിച്ചു വെക്കുക, പരീക്ഷ ചോദിക്കും. ഒരു സർക്യൂട്ട് നമ്മൾ വരയ്ക്കുന്ന സമയത്ത് കുറേ സാധനം ഉണ്ടാവുമല്ലോ, ബാറ്ററി, പിന്നെ സെല്ല്, പിന്നെ സ്വിച്ച്, ബൾബ്. അപ്പോൾ എല്ലാം നമുക്കിങ്ങനെ ഡിസൈൻ ചെയ്ത് വരയ്ക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ എല്ലാത്തിനും സിമ്പിളുകൾ ഉപയോഗിക്കും. ഓക്കെ, അപ്പോൾ എല്ലാത്തിൻ്റെ സിമ്പിളുകൾ നമ്മളൊന്ന് പഠിച്ചു വെക്കണം. പരീക്ഷയിൽ 1 മാർക്കായിട്ട് ചോദിക്കും. അപ്പോൾ നമുക്ക് ഉത്തരം കൊടുക്കണം. സെല്ലിൻ്റെ സിമ്പിൾ നമ്മൾ ഓൾറെഡി കണ്ടു. ബാറ്ററി എന്ന് പറഞ്ഞാൽ ഒന്നിൽ കൂടുതൽ സെല്ല് വരുമ്പോഴാണ്. അപ്പോൾ 2 സെല്ല് വരച്ച് വെച്ചാൽ ആ ബാറ്ററി ബേസിക്കലി. സ്വിച്ച് അഥവാ കീ ബേസിക്കലി ഇത്രയേ ഉള്ളൂ. സ്വിച്ച് ഓഫ് പൊസിഷനിലാണത് ഇങ്ങനെ കൊടുക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ കൊടുക്കാം. എന്നാൽ ഓണിലാണെങ്കിൽ ഇതൊന്ന് അടച്ചേക്കുക, ഇവിടെ ഓണിലാണെങ്കിൽ ഇതൊരു കുത്തിട്ട് വെക്കുക. ഓക്കെ, അപ്പോൾ സ്വിച്ചും കീയും ഒന്ന് പഠിച്ചു വെച്ചേക്കുക. ബൾബും ലാമ്പൊക്കെ നമുക്ക് ഒന്നെങ്കിൽ ഇങ്ങനെ സർക്കിൾ ഇട്ടിട്ട് ഇങ്ങനെ സാധനം കൊടുക്കുക, ഓമിൻ്റെ ചിഹ്നം കൊടുക്കുക, അല്ലെങ്കിൽ ഒന്നും ഇല്ല, ഒരു സർക്കിൾ ഇട്ടിട്ട് 2 ക്രോസ് വരയ്ക്കുക, എക്സ് വരച്ച് വെക്കുക, അത്രേ ഉള്ളൂ. LED നമ്മളിതാ ഒരു ട്രയാങ്കിൾ ഇങ്ങനെ വരയ്ക്കുക, ഒരു വടി വരയ്ക്കുക, പിന്നെ ലൈറ്റ് പുറത്തേക്ക് വരുന്നുണ്ടെന്നുള്ള കാര്യം ഒന്ന് ഇങ്ങനെ ഒരു ആരോ വെച്ച് കാണിക്കുക. വോൾട്ട് മീറ്റർ സർക്കിൾ ഇട്ടിട്ട് V എന്ന് എഴുതുക, അമ്മീറ്റർ ഒരു സർക്കിൾ ഇട്ടിട്ട് A എന്ന് എഴുതുക. വോൾട്ട് മീറ്റർ എന്ന് പറഞ്ഞാൽ വോൾട്ടേജ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടും അമ്മീറ്റർ എന്ന് പറഞ്ഞാൽ കറണ്ട് മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഡിവൈസ് ആണെന്നുള്ള കാര്യം ഒന്ന് പഠിച്ചു വെക്കാം. പരീക്ഷയിൽ വോൾട്ട് മീറ്റർ അമ്മീറ്ററിന്റെ ഡിഫറൻസ് ഒക്കെ ചോദിച്ചു കഴിഞ്ഞാൽ, കമ്പാരിസൺ ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നുമില്ല, ഫസ്റ്റ് സിമ്പിളിൽ വ്യത്യാസമുള്ള കാര്യം എഴുതി വെക്കുക. ഇത് പൊട്ടൻഷ്യൽ ഡിഫറൻസ് അഥവാ വോൾട്ടേജ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ഇത് കറണ്ട് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇത് നമ്മൾ എപ്പോഴും വോൾട്ട് മീറ്റർ കണക്ട് ചെയ്യുക പാരലാണ്. ഒരു സർക്യൂട്ടിൽ ഇപ്പോൾ ഒരു ബൾബ് ഉണ്ട് വിചാരിക്കുക, ഇതാണ് ബൾബ് വിചാരിക്കുക, ആ ബൾബിനോട് പാരലാണ് എപ്പോഴും വോൾട്ട് മീറ്റർ കണക്ട് ചെയ്യുക. എന്നാൽ അമ്മീറ്റർ അതിനോട് സീരീസിലാണ് കണക്ട് ചെയ്യുക എന്നുള്ളത് കാണുന്നുണ്ടല്ലോ. അപ്പോൾ അതൊന്ന് എഴുതി വെച്ചേക്കുക. ലാസ്റ്റ് കാര്യം, ഇത് ഫുള്ള് വായിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എപ്പോഴും നമുക്ക് ഒരു സർക്യൂട്ടിൽ അമ്മീറ്ററും വോൾട്ട് മീറ്ററും ഉണ്ടാകുന്ന സമയത്ത് ബാറ്ററിയുടെ പോസിറ്റീവും അമ്മീറ്ററുടെ പോസിറ്റീവ് ആയിരിക്കും കണക്റ്റഡ്, ബാറ്ററിയുടെ നെഗറ്റീവും അമ്മീറ്ററിന്റെ നെഗറ്റീവ് ആയിരിക്കും ഉണ്ടാവും. സെയിം ഫോർ വോൾട്ട് മീറ്ററിന്റെ പോസിറ്റീവും ബാറ്ററിയുടെ പോസിറ്റീവ് ആയിരിക്കും കണക്റ്റഡ്, വോൾട്ട് മീറ്ററിന്റെ നെഗറ്റീവും ബാറ്ററിയുടെ നെഗറ്റീവ് ആയിരിക്കും കണക്റ്റഡ്. അതാണ് ലാസ്റ്റ് എഴുതിയ പോയിന്റ്. അത് വേണമെങ്കിൽ ഒന്ന് എഴുതി വെച്ചേക്കാം, പരീക്ഷയിൽ അത് 3 മാർക്കിനൊക്കെ ചോദിക്കുകയാണെങ്കിൽ. അപ്പോൾ ഈ ഡിഫറൻസുകൾ ഒന്ന് നിങ്ങൾ പഠിച്ചു വെക്കണം. നെക്സ്റ്റ് പഠിക്കാനുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പരീക്ഷ സ്റ്റേറ്റ്മെന്റും കാര്യങ്ങളും എപ്പോഴും ചോദിക്കുന്നതാണ്. എന്താണ് ഓംസ് ലോ അഥവാ ഓം നിയമം? വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ അത്രേ ഉള്ളൂ. എത്രത്തോളം വോൾട്ടേജ് ഉണ്ടോ അത്രത്തോളം കറണ്ട് ഉണ്ടോ, അതാണ് ഈ പറയുന്നത്. ഇവർ തമ്മിലുള്ള മാത്തമാറ്റിക്കൽ റിലേഷൻ V = IR ആണ്. V എന്ന് പറഞ്ഞാൽ വോൾട്ടേജ്, I എന്ന് പറഞ്ഞാൽ കറണ്ട്, R എന്ന് പറഞ്ഞാൽ ആ വയറിന്റെ റെസിസ്റ്റൻസ്. ബേസിക് ഐഡിയ എന്താണ്? വോൾട്ടേജ് കൂടുന്നതോടും കറണ്ട് കൂടിക്കൊണ്ടിരിക്കും, റെസിസ്റ്റൻസ് മാറാൻ പോകുന്നില്ല. റെസിസ്റ്റൻസ് ഫിക്സ്ഡ് ആയിരിക്കും. വോൾട്ടേജ് കൂടിയോണ്ടോ കറണ്ട് കൂടിയോണ്ടോ റെസിസ്റ്റൻസ് മാറാൻ പോകുന്നില്ല. അപ്പോൾ ഇതിന്റെ സ്റ്റേറ്റ്മെന്റ് പഠിച്ചു വെക്കുക. ഓംസ് ലോ സ്റ്റേറ്റ്സ് ദാറ്റ് ദ കറണ്ട് ത്രൂ എ കണ്ടക്ടർ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് ദി കണ്ടക്ടർ വെൻ ടെമ്പറേച്ചർ ഈസ് കോൺസ്റ്റന്റ്. അതേ താപനില സ്ഥിരമായിരുന്നാൽ ഒരു ചാലകത്തിലൂടെയുള്ള കറണ്ട് അതിന്റെ 2 അഗ്രങ്ങൾക്കിടയിലുള്ള പൊട്ടൻഷ്യൽ വ്യത്യാസത്തിന് നേരെ അനുപാതത്തിലായിരിക്കും. ഇതാണ് ഓം നിയമം. പരീക്ഷയിൽ സ്റ്റേറ്റ്മെന്റ് ചോദിക്കും, ഒന്ന് പഠിച്ചു വെച്ചേക്കുക. റെസിസ്റ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? റെസിസ്റ്റർ എന്ന് പറഞ്ഞ സാധനം ഒന്നല്ലേ, ഏത് കണ്ടക്ടറിനും എന്ത് ചെയ്യുന്നുണ്ടാവും? റെസിസ്റ്റൻസ് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ റെസിസ്റ്ററിനെ നമ്മൾ ബേസിക്കലി ഏത് കണ്ടക്ടറെ നമ്മൾ എങ്ങനെയാണ് സിമ്പിൾ കൊടുക്കുക? ഇങ്ങനെയാണ് നമ്മൾ സിമ്പിൾ കൊടുക്കുക, ഒരു വടി പോലെ ഇങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ മതി. ഓക്കെ, അല്ലെങ്കിൽ ഒരു പെട്ടിയിൽ ഇങ്ങനെ കാണിക്കുകയും ചെയ്യാം. നല്ല കാര്യം ഒന്ന് പഠിച്ചു വെക്കാം. ഈ മൾട്ടിമീറ്റർ എന്ന് പറഞ്ഞ സാധനമാണ് നമ്മൾ റെസിസ്റ്റൻസ് മെഷർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുക എന്നുള്ള കാര്യം പഠിച്ചു വെക്കുക. റെസിസ്റ്റൻസ് മാത്രമല്ല, പൊട്ടൻഷ്യൽ ഡിഫറൻസും കറണ്ടും ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം? ഈ മൾട്ടിമീറ്റർ എന്ന് പറഞ്ഞ സാധനം കൊണ്ട് നമുക്ക് അളക്കാൻ പറ്റും, മെഷർ ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യം പഠിച്ചു വെക്കാം. ഒരു വയറിന്റെ റെസിസ്റ്റൻസ് വോൾട്ടേജ് കൂട്ടിയത് കൊണ്ടോ കറണ്ട് കൂട്ടിയത് കൊണ്ടോ മാറാൻ പറ്റില്ല, അല്ലെ മാറില്ല എന്നുള്ള കാര്യം ഞാൻ ഓൾറെഡി പറഞ്ഞു. അപ്പോൾ റെസിസ്റ്റൻസ് മാറില്ല എന്ന് തന്നെയാണോ? അങ്ങനെയല്ല, മാറ്റാൻ നമുക്ക് പറ്റും. എന്തൊക്കെ ഫാക്ടേഴ്സ് ആണ് റെസിസ്റ്റൻസിനെ എഫക്ട് ചെയ്യുക? പഠിച്ചു വെച്ചോളൂ, പരീക്ഷയിൽ 1 മാർക്കിനോ 2 മാർക്കിനോ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഫസ്റ്റ് കാര്യം, നേച്ചർ ഓഫ് മെറ്റീരിയൽ. ഏത് മെറ്റീരിയലാണ് നമ്മൾ ഉപയോഗിക്കുന്നത്? കോപ്പർ ആണെങ്കിൽ വേറെ റെസിസ്റ്റൻസ് ആയിരിക്കും ഉണ്ടാവുക, സിൽവർ ആണ് വേറെ റെസിസ്റ്റൻസ് ആയിരിക്കും ഉണ്ടാവുക, അലുമിനിയം ആയിരിക്കും വേറെ റെസിസ്റ്റൻസ് ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ മെറ്റീരിയലിനെ ഡിപ്പെൻഡ് ചെയ്യും. പിന്നെ തിക്നെസ് അഥവാ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ എന്ന് പറഞ്ഞാൽ അതിൽ വയർ ഇങ്ങനെ നമ്മൾ സൂം ചെയ്ത് നോക്കിയാൽ ഇങ്ങനെ ആയിരിക്കും ഉണ്ടാവുക. ഈ ഇതിനെയാണ് നമ്മൾ
തിക്നെസ് അഥവാ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ എന്ന് വിളിക്കാം. അപ്പോൾ ആ ഒരു ഏരിയനെ അഥവാ ആ ഒരു പരപ്പളവിനെ എഫക്ട് ചെയ്യുന്നുള്ള കാര്യം, ഡിപ്പെൻഡ് ചെയ്യുന്ന കാര്യം ഒന്ന് പഠിച്ചു നോക്കുക. എങ്ങനെ ഡിപ്പെൻഡ് ചെയ്യാന്നുള്ള കാര്യം പഠിച്ചു വെച്ചോളൂ. എത്രത്തോളം ഏരിയ കൂടുകയാണ്, എത്രത്തോളം തിക്നെസ് കൂടുന്നോ അത്രത്തോളം റെസിസ്റ്റൻസ് കുറയുകയാണ് ചെയ്യുക എന്നുള്ള കാര്യം ഒന്ന് പഠിച്ചു വെക്കുക. കൂടല്ല ചെയ്യാം. ലാസ്റ്റ് ലെങ്ത് എത്രത്തോളം നീളം ഉണ്ടെന്നുള്ള കാര്യത്തിൽ ഡിപ്പെൻഡ് ചെയ്യും. ലെങ്ത് കൂടുന്തോറും റെസിസ്റ്റൻസ് കൂടുകയാണ് ചെയ്യുക കേട്ടോ. ഇവിടെ എഴുതിയ തെറ്റാണ്, കൂടുകയാണ് ചെയ്യുന്നത്. എല്ലാവരും പഠിച്ചു വെക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യണം, പഠിച്ചു വെക്കണം. റെസിസ്റ്റൻസിനെ അഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് അടുത്ത് പഠിക്കാനുള്ളത് റിയോസ്റ്റാറ്റ് ആണ്. റിയോസ്റ്റാറ്റ് എന്ന് പറഞ്ഞാൽ വേരിയബിൾ റെസിസ്റ്റൻസ് ആണ്. ഇതാണ് അതിൻ്റെ ചിഹ്നം. ബേസിക്കലി റെസിസ്റ്ററിൻ്റെ ചിഹ്നം എഴുതി വെക്കുക, മുകളിൽ ഒരു ആരോ ഇങ്ങനെ താഴേക്ക് വരച്ച് വെക്കുക. ഇതിൻ്റെ സംഭവം എന്താണ്, ബേസിക്കലി ഒരു സാധാരണ റെസിസ്റ്റർ ആണ്, അതിൻ്റെ റെസിസ്റ്റൻസ് ഫിക്സ്ഡ് ആയിരിക്കും. റിയോസ്റ്റാറ്റ് ആണെങ്കിൽ നമുക്ക് അതിൻ്റെ റെസിസ്റ്റൻസ് ഇങ്ങനെ സ്ലൈഡ് ചെയ്ത് കഴിഞ്ഞാൽ കൂട്ടാം, ഇങ്ങനെ സ്ലൈഡ് ചെയ്ത് കഴിഞ്ഞാൽ കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ബേസിക്കലി നമ്മൾ ഇതിനും കൂടി സ്ലൈഡ് ചെയ്യുമ്പോൾ അതിൻ്റെ വയറിൻ്റെ ഈ കോയിൽ കുറേ ഉണ്ടല്ലോ, അതിൻ്റെ ലെങ്ത് കൂടുകയാണ് ചെയ്യുന്നത്. ലെങ്ത് കൂടിയ റെസിസ്റ്റൻസ് കൂടുമല്ലോ. ഇങ്ങോട്ട് സ്ലൈഡ് ചെയ്യുമ്പോൾ അതിൻ്റെ ലെങ്ത് വയറിൻ്റെ കോയിലിൻ്റെ ലെങ്ത് കുറയുകയാണ് ചെയ്യുന്നത്, റെസിസ്റ്റൻസ് കുറയുമല്ലോ. അപ്പോൾ അതാണ് അതിൻ്റെ ബേസിക് വർക്കിംഗ് പ്രിൻസിപ്പിൾ, പ്രവർത്തന തത്വം. ഓക്കെ, അപ്പോൾ ഇതൊന്ന് പഠിച്ചുകൊണ്ട് എൻ്റെ സിമ്പിൾ പഠിച്ചു നോക്കണം. പരീക്ഷ ചോദിക്കും വാട്ട് ഈസ് എ വർക്കിംഗ് പ്രിൻസിപ്പിൾ, എന്താണ് ഇതിൻ്റെ പ്രവർത്തന തത്വം ചോദിക്കുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം, റെസിസ്റ്റൻസ് ഓഫ് കണ്ടക്ടർ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ലെങ്ത്. എത്രത്തോളം ലെങ്ത് ഉണ്ടോ അത്രത്തോളം പ്രതിരോധം കൂടുതലായിരിക്കും എന്നുള്ളതിൻ്റെ ആ ലോജിക്കിലാണ്, ആ ഒരു പ്രവർത്തന തത്വത്തിലാണ് ഇത് വർക്ക് ചെയ്യുന്നുള്ള കാര്യം ഒന്ന് പരീക്ഷയിൽ എഴുതി വെച്ചേക്കാം. നെക്സ്റ്റ് നമ്മൾ പഠിക്കാനുള്ളത് ഈ റെസിസ്റ്റൻസ് നമുക്ക് രണ്ട് രീതി കണക്ട് ചെയ്യാം. എങ്ങനെയാണോ നമ്മൾ സെല്ലുകൾ കണക്ട് ചെയ്ത് അതുപോലെ തന്നെ റെസിസ്റ്റൻസുകൾ നമുക്ക് സീരീസിൽ കണക്ട് ചെയ്യാം, അല്ലെങ്കിൽ പാരലൽ അഥവാ സമാന്തര രീതിയിൽ കണക്ട് ചെയ്യാം. സീരീസിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ എഫക്റ്റീവ് റെസിസ്റ്റൻസിന്റെ സഫല പ്രതിരോധത്തിന്റെ ഫോർമുല പഠിച്ചു നോക്കണം. R1 + R2 ആണ്. മൂന്നാമതുണ്ടെങ്കിൽ R3, നാലാമതിന് R4. ഈ നമ്മുടെ സെല്ലുകൾ കണക്ട് ചെയ്തില്ല, അതേപോലെ തന്നെ വെറുതെ ആഡ് ചെയ്ത് കളിച്ചാൽ മതി. എന്നാൽ പാരലൽ ആണെങ്കിൽ ഫോർമുല എന്താണ്, പാരലൽ നമ്മൾ സമാന്തരമായിട്ട് കണക്ട് ചെയ്താൽ ഇതാണ് ഫോർമുല. 1/R effective = 1/R1 + 1/R2 + 1/R3 + 1/R4 + 1/, അങ്ങനെ 1/1/1 ആണ് ആഡ് ചെയ്ത് ഇങ്ങനെ പോകും. ഈ രണ്ട് പേര് മാത്രമേ ഉള്ളൂ എങ്കിൽ നിങ്ങൾ ഈ ഫോർമുല ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ഡയറക്റ്റ് ആർ എഫക്റ്റീവിൻ്റെ സഫല പ്രതിരോധത്തിൻ്റെ ഫോർമുലയുണ്ട്. R1 R2 / R1 + R2. രണ്ടുപേരെ മൾട്ടിപ്ലൈ ചെയ്യുക, രണ്ടുപേര് താഴെ രണ്ടുപേര് ആഡ് ചെയ്യുക. ഇതാണ് ഫോർമുല. ഇവിടെ ശ്രദ്ധിക്കണം മറ്റൊരു കാര്യം, സീരീസിലാണ് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. കറണ്ട് എന്നാണ് ഇവൻ്റെ ഉള്ളിൽ കൂടെ പോകുന്ന കറണ്ട് തന്നെയായിരിക്കും ഇവൻ്റെ ഉള്ളിൽ കൂടി പോകുക. അതായത് സെയിം കറണ്ടാണ് പക്ഷേ ഡിഫറൻറ്റ് വോൾട്ടേജ് ആയിരിക്കും ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ ബാറ്ററി 10 വോൾട്ട് ആണ്, ഇവിടെ 4 വോൾട്ട് ആയിരിക്കുമ്പോൾ ഇവിടെ 6 വോൾട്ട് ആയിരിക്കും. അതായത് വോൾട്ടേജ് എന്തായിരിക്കും, സ്പ്ലിറ്റ് ആയിട്ടാണ് ഇപ്പോൾ. എന്നാൽ പാരലൽ നേരെ ഓപ്പോസിറ്റ് ആണ്, കറണ്ടാണ് ഇവിടെ സ്പ്ലിറ്റ് ആവുക. ഈ ജംഗ്ഷനിൽ വെച്ചിട്ട് കറണ്ട് സ്പ്ലിറ്റ് ആവും. അപ്പോൾ ഡിഫറൻറ്റ് കറണ്ട് ആയിരിക്കും. പക്ഷേ ഡിഫറൻറ്റ് കറണ്ട് ആണ്, സെയിം എന്തായിരിക്കും, സെയിം വോൾട്ടേജ് ആയിരിക്കും. അതായത് ബാറ്ററിയുടെ വോൾട്ടേജ് 10 വോൾട്ട് ആണെങ്കിൽ ഇവനും 10 വോൾട്ട് കിട്ടും, ഇവനും 10 വോൾട്ട് കിട്ടും. ബാറ്ററിയുടെ വോൾട്ടേജ് തന്നെ ആയിരിക്കും പാരലൽ എല്ലാവർക്കും കിട്ടുക, വോൾട്ടേജ് സെയിം ആയിരിക്കും. അപ്പോൾ ഈ ഒരു കാര്യം കൂടെ നിങ്ങൾ പഠിച്ചു വെക്കുക. പരീക്ഷയിൽ ചോദ്യങ്ങൾ ചോദിക്കപ്പെടുന്നത് വെൻ റെസിസ്റ്റേഴ്സ് ആർ കണക്റ്റഡ് ഇൻ സീരീസ്, ശ്രേണിയിൽ കണക്ട് ചെയ്താൽ സഫല പ്രതിരോധം കൂടുകയാണ് ചെയ്യുക കുറയാണ് ചെയ്യുക, എപ്പോഴും കൂടുകയാണ് ചെയ്യുക എന്നുള്ള കാര്യം ഒന്ന് പഠിച്ചു വെക്കുക. ഓക്കെ, മാത്രമല്ല ന്യൂമറിക്കൽസും പരീക്ഷയിൽ എന്തായാലും ഇവിടുന്ന് വരും. അപ്പോൾ ഒന്നെങ്കിൽ സീരീസ് നല്ല പാരലൽ പരീക്ഷയിൽ എന്തായാലും എക്സ്പെക്ട് ചെയ്തോളൂ. വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് ചെയ്യേണ്ടത്, അപ്പോൾ ഇങ്ങനത്തെ ഒരു ചോദ്യം വന്നു, 8 Ω 4 Ω 6 വോൾട്ട് ബാറ്ററി നിന്നു. എന്നിട്ട് സീരീസിൽ നിങ്ങളോട് പറയാനുള്ള ഒരു സർക്യൂട്ട് ഡയഗ്രാം വരയ്ക്കും. അപ്പോൾ സർക്യൂട്ട് ഡയഗ്രാം വളരെ സിമ്പിളായിട്ട് വരച്ച് വെക്കുക. ഒരു ബാറ്ററി വരയ്ക്കുക, സീരീസിൽ രണ്ടുപേരെ കാണിക്കുക, ഒരു കീയും കൂടെ വേണമെങ്കിൽ കാണിച്ചേക്കുക. അത് ഓപ്ഷനിലാണ്, വേണമെങ്കിൽ കാണിച്ചാൽ മതി. ഓക്കെ, റെഡി. അപ്പോൾ സീരീസിൽ സർക്യൂട്ട് ഡയഗ്രാം വരച്ചു. ഫൈൻഡ് എഫക്റ്റീവ് റെസിസ്റ്റൻസ്. ഇവിടെ സീരീസിലെ ഫോർമുല എന്താ, R1 + R2 അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് ടോട്ടൽ എത്ര കിട്ടുക, 8 + 4 12 Ω എഫക്റ്റീവ് റെസിസ്റ്റൻസ് സഫല പ്രതിരോധം കിട്ടും. സിമ്പിൾ. കാൽക്കുലേറ്റ് കറണ്ട് എന്ന സർക്യൂട്ട്. ഈ ഒരു സർക്യൂട്ടിലെ കറണ്ട് എങ്ങനെ കണ്ടുപിടിക്കുക, അപ്പോൾ നമ്മൾ ഓംസ് ലോ ഉപയോഗിക്കണം. V = IR ആണ് ഓംസ് ലോ. അപ്പോൾ കറണ്ട് എന്തായിരിക്കും, R ഇങ്ങോട്ട് വിടുക, I = V/R. V എന്ന് പറഞ്ഞാൽ ബാറ്ററിയുടെ വോൾട്ടേജ് 6 വോൾട്ട് തന്നിട്ടുണ്ട്. R എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ കണ്ടെത്തിയ സഫല പ്രതിരോധം എഫക്റ്റീവ് റെസിസ്റ്റൻസ് ആണ് ഉപയോഗിക്കേണ്ടത്, വിച്ച് ഇസ് 12 ഇട്ട് കൊടുക്കുക. അപ്പോൾ 0.5 എന്നോ അല്ലെ 1/2 ആംപിയർ എന്നോ നിങ്ങൾക്ക് കറണ്ട് കിട്ടും. ഇത്ര സിമ്പിളാണ്. ഇനി ഇവിടെ ചോദിച്ചില്ല, പക്ഷേ പരീക്ഷ ചോദിക്കാൻ ചാൻസ് ഉള്ളത് രണ്ടു പേർക്കും കിട്ടുന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസ് എത്രയായിരിക്കും, അഥവാ വോൾട്ടേജ് എത്രയും ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുക, വീണ്ടും ഓംസ് ലോ ഉപയോഗിക്കുക. ഇവൻ്റെ വോൾട്ടേജിന് V1 എന്ന് കൊടുക്കുക, ഇവൻ്റെ വോൾട്ടേജിന് V2 എന്ന് കൊടുക്കുക. കാരണം വോൾട്ടേജ് ഡിഫറൻറ്റ് ആയിരിക്കും, കറണ്ട് സെയിം ആണെങ്കിലും. അപ്പോൾ V1 V2 ഫോർമുല എന്തായിരിക്കും, V1 = I × R1, അവൻ്റെ റെസിസ്റ്റൻസ് ആണ് R1. V2 = I × R2, അവൻ്റെ റെസിസ്റ്റൻസ് ആണ് R2. അപ്പോൾ ഫോർമുലയിൽ ഇട്ട് കൊടുക്കുക, അപ്പോൾ നിങ്ങൾക്ക് ആൻസർ കിട്ടും. ശ്രദ്ധിക്കേണ്ട കാര്യം, രണ്ട് വോൾട്ടേജ് കിട്ടി കഴിഞ്ഞാൽ രണ്ടും കൂടി ആഡ് ചെയ്തിട്ട് ബാറ്ററിയുടെ വോൾട്ടേജ് ആണെന്നുള്ള കാര്യം ചെക്ക് ചെയ്യുക. അതല്ലെങ്കിൽ ആൻസർ തെറ്റാട്ടോ. അപ്പോൾ സീരീസിൽ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെയാണ് നിങ്ങൾ സിമ്പിളായിട്ട് ചെയ്തു വെക്കേണ്ടത്. നെക്സ്റ്റ് പരീക്ഷയിൽ വരാൻ ചാൻസ് ഉള്ള ചോദ്യമാണ്, വെൻ റെസിസ്റ്റേഴ്സ് ആർ കണക്റ്റഡ് ഇൻ പാരലൽ, സമാന്തരമായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ എഫക്റ്റീവ് റെസിസ്റ്റൻസിന് എന്ത് സംഭവിക്കും, എഫക്റ്റീവ് റെസിസ്റ്റൻസ് എപ്പോഴും കുറയുകയാണ് ചെയ്യുക. സഫല പ്രതിരോധം പാരലായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ, സമാന്തരമായിട്ട് കണക്ട് ചെയ്താൽ കുറയുകയാണ് ചെയ്യുക എന്നുള്ളവരും പഠിച്ചു വെക്കുക. അതിൻ്റെ അർത്ഥം എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. അതിന് മുമ്പ് ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നേരത്തെ അതേ ക്വസ്റ്റ്യൻ തന്നെ, ഇപ്രാവശ്യം 6 3 ആണ്, 6 വോൾട്ട് ബാറ്ററിയാണ്. പാരലൽ സർക്യൂട്ട് വരയ്ക്കാൻ പറഞ്ഞാൽ നിങ്ങൾ പാരലൽ വരച്ചു കൊടുക്കുന്നത് പോലെ. അപ്പോൾ ഒന്നെങ്കിൽ ഇങ്ങനെ വരയ്ക്കാം, അല്ലെങ്കിൽ പെട്ടിയിൽ വരയ്ക്കാം കേട്ടോ, എങ്ങനെ വരച്ചാലും കുഴപ്പമില്ല. അപ്പോൾ ഇവർ രണ്ട് തമ്മിൽ പാരലാണ്, ബാറ്ററി ഉണ്ട്, വേണമെങ്കിൽ കീ കാണിച്ചു കൊടുക്കുക, ഓപ്പൺ ആയിട്ട് ക്ലോസ് ആയിട്ട് എങ്ങനെ വേണം നിങ്ങൾക്ക് കാണിക്കാവുന്നതാണ്. ഓക്കെ, അത് നമ്മൾ വരച്ച് മാർക്ക് കിട്ടി.
ഫൈൻഡ് ദ എഫക്റ്റീവ് റെസിസ്റ്റൻസ്. എഫക്റ്റീവ് റെസിസ്റ്റൻസിന്റെ ഫോർമുല എന്താണ്? ആ 1/R എഫക്റ്റീവ് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല, കാരണം 2 പേര് മാത്രമേ ഉള്ളൂ. അപ്പോൾ R1 R2 ഡിവൈഡ് ബൈ R+R2 ഫോർമുല ഇട്ട് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് 2 ഓം എന്ന് കിട്ടും. അതായത് 6 ഓമും 3 ഓമും കണക്ട് ചെയ്തപ്പോൾ 2 ഓമാണ് എഫക്റ്റീവ് ആയിട്ട് കിട്ടിയത്. അതായത് സഫല പ്രതിരോധം കുറയല്ലേ ചെയ്തത്. അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ സംഗതി. ഓക്കെ, റെഡി. ഇനി ഇവിടെ ചോദിച്ചത് എന്താണ്? കാൽക്കുലേറ്റ് കറണ്ട് ത്രൂ ഈച്ച് റെസിസ്റ്റർ. അപ്പോൾ ഓരോ ആൾക്കാർക്കും വേറെ വേറെ കറണ്ട് ആയിരിക്കും. പാരലൽ കറണ്ട് സ്പ്ലിറ്റ് ആയിപ്പോൾ ഇവന്റെ കറണ്ട് I1 എന്ന് വിളിക്കാം, ഇവന്റെ റെസിസ്റ്റൻസിനെ R1 എന്ന് വിളിച്ചേക്കാം. ഇവന്റെ കറണ്ട് I2 എന്ന് വിളിക്കാം, ഇവന്റെ റെസിസ്റ്റൻസിനെ R2 എന്ന് വിളിക്കാം. V is equal to IR ആണ്. അപ്പോൾ I is equal to V by R അല്ലേ? അപ്പോൾ I1 is equal to V by R1, I2 is equal to V by R2. V രണ്ടുപേർക്ക് സെയിം ആണ്, കാരണം എന്താ? പാരലൽ വോൾട്ടേജ് സെയിം ആയിരിക്കും, ബാറ്ററിയുടെ വോൾട്ടേജ് തന്നെ. അപ്പോൾ V രണ്ടുപേർക്കും R ആണ്, 6 വോൾട്ട് ആണ്. R1 എന്ന് പറഞ്ഞാൽ 6 ഓംസ്, R2 എന്ന് പറഞ്ഞാൽ 3 ഓംസ് ഇട്ട് കൊടുത്താൽ നിങ്ങൾക്ക് കറണ്ട് കിട്ടും. 1 ആംപിയറും 2 ആംപിയറും കിട്ടുക. ടോട്ടൽ കറണ്ട് ചോദിച്ചില്ല, ചോദിച്ചു കഴിഞ്ഞാൽ 3 ആംപിയർ എന്ന് പറഞ്ഞേക്കാം. അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് ഈ പാരലലും സീരീസും നിങ്ങൾക്ക് പരീക്ഷ ഡയറക്റ്റ് ആയിട്ട് വരാൻ ചാൻസ് ഉള്ളത്. ഇനി അടുത്ത ടൈപ്പ് സംഗതിയാണ് ഐഡന്റിക്കൽ റെസിസ്റ്റേഴ്സ്. അതായത് ഒരേപോലത്തെ കുറേ റെസിസ്റ്റൻസ് ഉണ്ട്. സീരീസിൽ കണ്ടു ചെയ്താൽ എഫക്റ്റീവ് റെസിസ്റ്റൻസിന്റെ ഫോർമുല പഠിച്ചു നോക്കുക. N×R ആണ്. N എന്ന് പറഞ്ഞാൽ എത്ര എണ്ണം ഉണ്ട്, R എന്ന് പറഞ്ഞാൽ ഓരോന്നിനും റെസിസ്റ്റൻസ് തന്നെയാണ്. ഇതേ ഐഡന്റിക്കൽ റെസിസ്റ്റൻസ് ഒരേപോലത്തെ ആൾക്കാർ N എണ്ണം, N എന്ന് പറഞ്ഞാൽ 1, 2, 3, 4 എത്ര വേണമാവാം. അത് നിങ്ങൾ പാരലൽ കണ്ടു ചെയ്ത് കഴിഞ്ഞാൽ ഫോർമുല R/N ആണെന്നുള്ളതിന് പഠിച്ചു വെക്കാം. ഇത് ബേസ് ആയിട്ട് ചോദ്യങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാര്യം മനസ്സിലാവും. ഫോർ എക്സാമ്പിൾ 10 റെസിസ്റ്റേഴ്സ് 2 ഓം ഈച്ച് ആണ്. സീരീസിൽ കണ്ടിട്ട് സഫല പ്രതിരോധം എത്രയായിരിക്കും? അപ്പോൾ നിങ്ങൾ ജസ്റ്റ് വേണം സർക്യൂട്ട് ഡയഗ്രാം ഒന്ന് കാണിച്ചേക്കാം. ഫുൾ ഒന്ന് കാണിക്കേണ്ട ആവശ്യമൊന്നുമില്ല. 10 എണ്ണം ഉണ്ട്. N = 10 ആണ്. ഓരോന്നിൻ്റെയും റെസിസ്റ്റൻസ് തരിക 2 ഓം ആണ്. സീരീസിലായതുകൊണ്ടെന്നാണ് ഫോർമുല N×R ആണ്. 2×10 10×2 ആട്ടോ ശരിക്കും എഴുതേണ്ട. 10×2 20 ഓം. അപ്പോൾ 20 ആയിരിക്കും ടോട്ടൽ ഉണ്ടാവുക. ഇത്രേ ഉള്ളൂ. ഇതേപോലെ ചോദ്യം വരെയാണ് പരീക്ഷയിൽ. എഫക്റ്റീവ് റെസിസ്റ്റൻസ് 5 10 ഓം റെസിസ്റ്റേഴ്സ് പാരലൽ കണ്ടു ചെയ്താലോ? അപ്പോൾ വേണമെങ്കിൽ ഒന്ന് വരച്ച് കാണിച്ചു കൊടുക്കുക. 5 എണ്ണം ഉണ്ട്, പാരലാണ്. 5 N = 5 ആണ്. ഓരോന്നിൻ്റെയും 10 ആണ്. ഫോർമുല R/N ആണ്. 6 10 N = 5 ഇട്ട് കൊടുക്കുക. പരിപാടി തീർക്കുക. അപ്പോൾ ഇത്രയുള്ള 2 ഓംസ് ആണ് കിട്ടുക. അപ്പോൾ ഇങ്ങനെ ഒരു ചോദ്യം പരീക്ഷ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. വന്നു കഴിഞ്ഞാൽ സിമ്പിളായിട്ട് ചെയ്ത് കൊടുക്കണം. ലാസ്റ്റ് ടോപ്പിക് ഫ്രം ദ ചാപ്റ്റർ ആണ്. 2 ടൈപ്പ് കറണ്ട് ഉണ്ട്. ഒന്ന് DC അഥവാ ഡയറക്റ്റ് കറണ്ട്, മറ്റേത് ഓൾട്ടർനേറ്റിംഗ് കറണ്ട് അഥവാ AC. പേരിൽ തന്നെ ഉണ്ട്. ഓൾട്ടർനേറ്റീവ് എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഡയറക്ഷൻ മാറിക്കൊണ്ടിരിക്കും. ഓക്കെ, എന്നാൽ DC അഥവാ ഡയറക്റ്റ് എന്ന് പറഞ്ഞാൽ ഡയറക്ഷൻ മാറില്ല. എപ്പോഴും പോസിറ്റീവ് നെഗറ്റീവിലേക്ക് മാത്രമേ ഒഴുകുള്ളൂ. സിംഗിൾ ഡയറക്ഷനിൽ ഒഴുകുള്ളൂ. നമ്മുടെ വീട്ടിലെത്തുന്ന ഹൗസ് ഹോൾഡ് ഗാർഹിക വൈദ്യുതി ഹൗസ് ഹോൾഡ് കറണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയണം ഓൾട്ടർനേറ്റിംഗ് കറണ്ട് ആണ്. നമ്മുടെ ഫ്രിഡ്ജിലേക്കും TV-യിലേക്കും AC-യിലേക്കും എല്ലാത്തും അയൺ ബോക്സിലും ഒക്കെ എത്തുന്നത് ഓൾട്ടർനേറ്റിംഗ് കറണ്ട് ആണ്. എന്നാൽ വളരെ ചെറിയ ഡിവൈസ്, നമ്മുടെ കാൽക്കുലേറ്ററിലെ ബാറ്ററി, സോളാർ ബാറ്ററി, നമ്മൾ കണ്ട ടോർച്ച് സെല്ല്, ട്രൈ സെല്ല് ഒക്കെ തരുന്നതാണ് DC ആണ്. അപ്പോൾ ചെറിയ ചെറിയ സോഴ്സിനൊക്കെ മിക്ക സമയത്ത് DC ആയിരിക്കും. ഫോണിൻ്റെ ചാർജർ DC ആണ്. വലിയ വലിയ സാധനങ്ങളായിക്കോട്ടെ, നമ്മുടെ ഫ്രിഡ്ജ്, AC, TV, മിക്സി, നമ്മുടെ അയൺ ബോക്സ്, വാഷിംഗ് മെഷീൻ എല്ലാം AC ആയിരിക്കും. ഓൾട്ടർനേറ്റിംഗ് കറണ്ട് ആണ്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചു വെച്ചാൽ ഈ ചാപ്റ്ററിന് എന്ത് ചോദിച്ചാലും എങ്ങനെ ചോദിച്ചാലും നിങ്ങൾക്ക് ഉത്തരം കൊടുക്കാൻ പറ്റും. മാത്രമല്ല ഓൾറെഡി പഠിച്ചവർക്ക് റിവിഷൻ ആയിരിക്കും. ഒന്നും പഠിക്കാത്തവർക്ക് ഈ ചാപ്റ്ററിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഓൾറെഡി കിട്ടിയിട്ടുണ്ടാവും. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ തീർച്ചയായും കമന്റ് ബോക്സിൽ ഒന്ന് അറിയിക്കുക. കാരണം അത്രത്തോളം കണ്ടൻസ്ഡ് ആയിട്ട് എന്നാൽ ഒന്നും ഒഴിവാക്കാത്ത രീതിയിലാണ് നമ്മളിവിടെ ഇത് പ്രസന്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എന്തായാലും അത് അറിയിക്കണം കമന്റ് ബോക്സിൽ. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ പിന്നെ ഒരു ഫ്രണ്ടിനും കൂടെ, മിനിമം ഒരു ഫ്രണ്ടിന് നിങ്ങളൊന്ന് അയച്ചു കൊടുക്കുക. അവർക്കും അത് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. കൂടുതലൊന്നും പറയുന്നില്ല. എല്ലാവർക്കും പരീക്ഷയ്ക്ക് ഓൾ ദി ബെസ്റ്റ്. നമുക്ക് ഇനിയുള്ള വീഡിയോസിലും ലൈവുകളിലും കാണാം. ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.